ഹലോ മച്ചമാരെ, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അങ്ങനെ നമ്മുടെ പുതിയ റൗണ്ട് അബൌട്ടിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഫോളോ ചെയ്യണം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേ തെർമസ്റ്റൺ റൗണ്ട് അബൌട്ട് തന്നെ, പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ 2 ക്ലിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സൈസ്റ്റൺ ടു വില്ലേജ് സെൻറ്റർ, അതായത് സൈസ്റ്റണിൽ നിന്ന് റൈറ്റ് തേർഡ് എക്സിറ്റ് എടുക്കുന്നതും സൈസ്റ്റണിൽ നിന്ന് M1 M69, അതായത് സൈസ്റ്റണിൽ നിന്ന് റൈറ്റ് ഫോർത്ത് എക്സിറ്റും. അപ്പോൾ തേർഡ് എക്സിറ്റും ഫോർത്ത് എക്സിറ്റും ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സൈസ്റ്റണിൽ നിന്ന് വരുമ്പോൾ ദാണ്ട് ഈ കാണുന്ന ബോർഡിൽ നോക്കിയിട്ട് എക്സാമിനർ നിങ്ങളോട് പറയും ഫോളോ ദ ബോർഡ് വില്ലേജ് സെൻറ്റർ അല്ലെങ്കിൽ ഫോളോ ദ ബോർഡ് M1 M69 എന്നായിരിക്കും കമാൻഡ് തരുന്നത്. ഇപ്പോൾ വില്ലേജ് സെൻറ്റർ ആണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ അത് റൈറ്റ് തേർഡ് എക്സിറ്റ് ആണ്. എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ബൊളാഡ് കഴിഞ്ഞ് സെക്കൻഡ് ബൊളാഡിലേക്ക് നമ്മൾ പോയി മിറർ സിഗ്നൽ ലെഫ്റ്റ് കൊടുത്തിട്ടാണ് തേർഡ് പോകുന്നത്. വളരെ സിമ്പിളാണ്. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. റൈറ്റിൽ നിന്നു, റൈറ്റിൽ വണ്ടിയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് എടുത്തു. ഫസ്റ്റ് ബൊളാഡ് ക്രോസ് ചെയ്ത ഉടനെ സെക്കൻഡ് ബൊളാഡിലേക്ക് പോവാണ്. കണ്ടോ, ഈ പോകുന്ന സമയത്ത് ലെഫ്റ്റ് വിൻഡോ വഴി നമ്മൾ പുറത്തേക്ക് നോക്കണം, വണ്ടികൾ ഇങ്ങോട്ട് കയറുന്നുണ്ടോ ഇല്ലയെന്ന്. സെക്കൻഡ് ബൊളാഡിൻ്റെ ലൈനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഇത് വളരെ സിമ്പിളാണ്. തേർഡ് എക്സിറ്റൊക്കെ ഇവിടെ നമ്മൾ മിറർ സിഗ്നൽ ലെഫ്റ്റ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വില്ലേജ് സെൻറ്റർ ആണ് ഇറങ്ങുന്നത്. വില്ലേജ് സെൻറ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട, കോസ്ക ആണ് ശരിക്കും. ഇങ്ങനെയാണ് നമ്മൾ വില്ലേജ് സെൻറ്ററിലേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ അടുത്തത് സൈസ്റ്റണിൽ നിന്ന് M1 M69 ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇനിയിപ്പം നമ്മൾ തേർഡ് എക്സിറ്റ് പോവുകയാണെങ്കിൽ ഇത്ര മാത്രം മൈൻഡിൽ വെക്കുക. ഫസ്റ്റ് ബൊളാഡ് ഉള്ളിൽ നിൽക്കുക, അത് കഴിഞ്ഞ് സെക്കൻഡ് ബൊളാഡ് എന്ത് ചെയ്ത് നോക്കിയിട്ട് ബൊളാഡിലേക്ക് പോവുക. അവിടെ നിന്ന് മിറർ സിഗ്നൽ ലെഫ്റ്റ് കൊടുത്തിട്ട് നമ്മൾ റൈറ്റിലേക്ക് മിറർ സിഗ്നൽ ലെഫ്റ്റ് കൊടുത്തിട്ട് നമ്മൾ തേർഡ് എക്സിറ്റിലേക്ക് എക്സിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈസ്റ്റണിൽ നിന്നും M1 M69, അതിപ്പോൾ അതേ റൂട്ട് തന്നെയാണ്. ഇവിടെ നമുക്കറിയാം ഫോർത്ത് എക്സിറ്റ് പോകണമെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് ബൊളാഡ് എത്തുമ്പോൾ തറയിൽ നോക്കണം, ഹൗ മെനി ലെയിൻസ്, എത്ര ട്രാക്ക് ഉണ്ടെന്ന് നോക്കണം. 2 ലെയിനേ ഉള്ളൂവെങ്കിൽ ലെഫ്റ്റ് എടുക്കണം, 3 ലെയിൻ ഉണ്ടെങ്കിൽ സെൻറ്റർ എടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതേ ഫോർമുല നമ്മളിവിടെയും അപ്ലൈ ചെയ്താൽ വളരെ എളുപ്പമെന്ന് M1 M69 നമുക്ക് പോകാൻ പറ്റുന്നതാണ്. ഇതൊരു മേജർ ടെസ്റ്റ് റൂട്ടാണ്, സൈസ്റ്റണിൽ നിന്ന് M1 M69. ഈ റൗണ്ട് അബൌട്ട് കുറച്ച് ട്രാഫിക് ഉള്ള ടൈമാണ്, ഈ ഉച്ച സമയമൊക്കെ. നമ്മൾ റൈറ്റ് ലൈനിലാണ് നിൽക്കുന്നത്, റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, വണ്ടികളുള്ളത് കാരണം വെയിറ്റ് ചെയ്യാണ്. ഞാൻ പോന്നു. അങ്ങനെ നമ്മൾ റൈറ്റ് ലൈനിൽ കയറി. ഇതാണ് ഫസ്റ്റ് ബൊളാഡ്. എല്ലാവരും ശ്രദ്ധിച്ച് എൻ്റെ കൂടെ എണ്ണിക്കുള്ളൂ. ഇവിടെ വന്നപ്പോൾ ട്രാഫിക് ആയതുകൊണ്ട് ലൈൻ്റെ പുറകിൽ തന്നെ നിർത്തണം, ചാടി ഇറങ്ങി അതിൻ്റെ മൂട്ടിലോട്ട് പോകരുത്, ഫെയിലാവുമെന്ന് മാത്രമല്ല ഇപ്പം എല്ലായിടത്തും ക്യാമറകൾ ആക്റ്റീവാണ്. നിങ്ങളിങ്ങനെയൊക്കെ ഇറങ്ങിപ്പോയി നിന്നാൽ അതിനുള്ള ഫൈൻ വീട്ടിൽ വരും കേട്ടോ. ഓക്കെ, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് സെക്കൻഡ് ബൊളാഡ് അറിയാം എവിടെയാണെന്ന്. ഇത് ഈ വണ്ടികളുടെ നേരെ മുന്നിൽ കാണുന്നതാണ് സെക്കൻഡ് ബൊളാഡ്, അറിയാമല്ലോ, നമ്മൾ കുറച്ചു മുമ്പത്തെ വീഡിയോയിൽ കണ്ടിരുന്നത്. അപ്പോൾ ആ സെക്കൻഡ് ബൊളാഡിൻ്റെ അവിടെ എത്ര ലെയിൻ ഉണ്ടെന്നാണ് നമ്മൾ തറയിൽ നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്ന് കാണാൻ പറ്റും, ഇവിടെ 2 ലെയിനേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിരുന്നു 2 ലെയിനേ ഉള്ളൂ എങ്കിൽ നമ്മൾ ലെഫ്റ്റ് ലൈനാണ് എടുക്കേണ്ടത്, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന്. ഞാൻ ഇത്തവണ വീഡിയോസിൽ ബാക്ക് ക്യാമറയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറകിലെ വ്യൂവും കൂടെ കിട്ടുമല്ലോ, നല്ല രസമായിരിക്കും. ഇത് കണ്ടോ, ആ ബൊളാഡിൻ്റെ ഇവിടെ വരുമ്പോൾ നമ്മൾ എണ്ണുക 1 2, 2 ലൈനേ ഉള്ളൂ. സോ ഓൺ ദ ലെഫ്റ്റ് ലൈൻ. ഇനിയും നമ്മൾ പോകുന്നത് നേരെ തേർഡ് ബൊളാഡിലേക്കാണ്. കണ്ടോ, ഇവിടെ വന്ന് മിറർ സിഗ്നൽ ലെഫ്റ്റ് കൊടുത്തിട്ട് പരിപാടി കഴിഞ്ഞു. നേരെ പോകുന്നത് ഡ്യുവൽ കാരേജ് വേ ആണ്, 70 മൈലാണ്. അടി കാണുന്ന ബോർഡാണ് 70 മൈൽസിൻ്റെ ബോർഡ്. അടിച്ച് വിട്ട് ഒരൊറ്റ പോക്ക്, ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും റൗണ്ട് അബൌട്ട് ഇതിൽ കൂടുതൽ എളുപ്പമെന്ന് പഠിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഇത് വളരെ എളുപ്പമെന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന മെത്തേഡ് ഞാൻ പലരെയും പഠിപ്പിച്ച് ഈ ഒരു 3 ഇയേഴ്സിൽ
കണ്ടെത്തിയ മെത്തേഡാണിത്. ഇത് എല്ലായിടത്തും നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും പിന്നെ എൻ്റെ വീഡിയോ ലൈസൻസ് കിട്ടിയ ആൾക്കാർ വരെയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ബെറ്ററായിട്ട് ഇനിയും ഡ്രൈവ് ചെയ്യുക. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അറിയാവുന്നവരും ലൈസൻസ് കിട്ടിയവരൊക്കെ കമൻറ്റ് ചെയ്തോളൂ. നാണക്കേട് വിചാരിക്കേണ്ട, ഇതൊക്കെ അറിവാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. സോ ഗായ്സ്, ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെയും എല്ലാവർക്കും ടാറ്റാ, ബൈ ആൻഡ് ടേക്ക് കെയർ.